ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ടാരിഫ് ഇഷ്യൂസ് അതവിടെ തന്നെ നിൽപ്പുണ്ട്. ആക്ച്വലി വലിയൊരു ന്യൂസ് മുന്നേ ഏറ്റവും വലിയ ന്യൂസ് ആയിരുന്നു പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആ ന്യൂസ് തന്നെ റിപ്പീറ്റേഷനായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അത്ര വാല്യൂബിൾ തിങ് ആയിട്ട് വരത്തില്ല എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഒരു ന്യൂസ് രണ്ട് പ്രാവശ്യം ഹൈ ഇമ്പാക്റ്റ് തരത്തില്ല. ഫസ്റ്റ് ഇമ്പാക്റ്റിനേക്കാളും കുറവായിരിക്കും രണ്ടാമത്തത്. സോ ട്രംപ് ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും മാർക്കറ്റിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. സോ ടാരിഫ് ഇഷ്യൂസ് അത് അങ്ങനെ തന്നെ നടന്നു പോകും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് ഇപ്പോൾ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി കാണിച്ചപ്പോൾ ഞാൻ ഇതിനുള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ട്രയാങ്കിളുടെ ഉള്ളിൽ തന്നെയാണ് സ്റ്റിൽ നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. ഇതൊരു 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. സോ ഈ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിനകത്ത് ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഇതൊരു ബെയറിഷ് ഡിസെൻഡിങ് ട്രയാങ്കിൾ അല്ല, ചെറിയൊരു ചരിവ് ഇതിനുണ്ട്. സോ ഇതൊരു സിമെട്രിക് ട്രയാങ്കിളിന് അനുകൂലമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ മാർക്കറ്റ് ഈസ് ഹോൾഡിങ് ഇറ്റ്സ് ബോട്ടം എന്നുള്ളതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ആ ഹോൾഡിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺസോൾട്ടേഷൻ വരികയും അവിടെ ലിക്വിഡിറ്റി വരികയും ഇനി ഒരു റീസൺ ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്നിട്ട് പതുക്കെ കയറാനായിരിക്കും സാധ്യത. ഒരു ഷോർട്ട് കവറിങ് റാലി എന്നുള്ളത് നാളെ എക്സ്പയറി ഉണ്ട്. ചിലപ്പോൾ ഒരു പ്രതീക്ഷ എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും അതിനനുസരിച്ചിട്ട് ഒരു പൊസിഷൻ എടുക്കുന്ന നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്ന ഓൾറെഡി അത് ലോസസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. സോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റിൽ അങ്ങനെ ഒരു മൊമെൻറ്റം വരുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ട്രേഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് കയറാം. ഓക്കെ, ഞാനൊരു ചെറിയൊരു പുതിയൊരു ഒരു ആപ്പ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ആപ്പാണ്. ചെറിയൊരു 10K അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് എടുത്ത് ഇട്ടു എന്നുള്ളതുണ്ട്. ഇതെങ്ങനെയുണ്ട് ആപ്പെന്ന് മനസ്സിലാക്കാൻ. ഇതിൻ്റെ എന്താ പറയുക, ബ്രോക്കറേജ് കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് വേണം. ഓൾറെഡി മറ്റ് വലിയൊരു ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രോക്കറേജ് എനിക്ക് ഒരുപാട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. സോ ഇതിനകത്ത് കുറവാണ്. അപ്പോൾ അത്യാവശ്യം ഒരു 2 ദിവസമായിട്ട് ഇവിടെ ഒരു 10,000 ഒരു പൊസിഷൻ എടുത്തിടാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇതല്ല എൻ്റെ മെയിൻ ട്രേഡിംഗ് അക്കൗണ്ട്. അത് കൊഡാക് സെക്യൂരിറ്റീസ് തന്നെയാണ്. വേറെയും 2 ബ്രോക്കേഴ്സ് അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3ാമത്തെ ബ്രോക്കർ എടുത്തിട്ടു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഞാൻ എന്തിന് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് വരുന്നതെന്ന് പറഞ്ഞാൽ ലാഭം കിട്ടുന്നതിൻ്റെ ലാഭത്തിൻ്റെ നല്ലൊരു ശതമാനം ബ്രോക്കറേജ് പോകാറുണ്ട്. ഇതിൽ ബ്രോക്കറേജ് കുറച്ച് കുറവുണ്ട്. സോ എങ്കിൽ അത്രയും കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്തും ഞാനും പേഴ്സണലി ഞാൻ ടെസ്റ്റ് ചെയ്താൽ ഞാൻ വേറൊരാൾക്ക് റെക്കമെൻഡേഷനൊന്നും അല്ല, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, കൊള്ളില്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയും. അത്രേ ഉള്ളൂ. ഇതുവരെ എനിക്ക് ഓക്കെയാണ് എന്നുള്ളതേ ഉള്ളൂ. നമുക്കത് പിന്നീട് ഒരു ദിവസം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറേ നല്ല സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻ്റർഫേസിലോട്ടൊക്കെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഗ്യാംബ്ലേഴ്സിന് എന്ത് കിട്ടിയാലും കണക്ക് തന്നെയാണ്. കുറച്ച് സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊള്ളാമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ഈ ഒരു ഏരിയാസൊക്കെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻഡ് ആയിട്ട് നല്ലൊരു വീഡിയോ ഇടാം. ആദ്യം ഇത് നമുക്ക് പണി തരുന്ന ഒരെണ്ണം അല്ല എന്ന് ഞാനൊന്ന് കൺഫേം ചെയ്തോട്ടെ, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ആദ്യം സ്വയം പരീക്ഷ നോക്കുക. വെട്ടാത്ത വാള് ഒരാൾക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. സോ ആ ഒരു സാധനം നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫയേഴ്സ് മൊത്തത്തിൽ കളഞ്ഞിട്ടില്ല. ഫയേഴ്സ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ കുറച്ച് മാറ്റങ്ങൾ അത്ര കാര്യമായിട്ട് എനിക്ക് സെറ്റാകുന്നില്ല, അതുകൊണ്ടാണ് ഒന്ന് മാറ്റി നോക്കിയത്. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ബാക്കിലത്തെ ഗിഫ്റ്റ് നിഫ്റ്റി ആയിട്ട് ഇതിൻ്റെ ഒരു സാമ്യതയില്ലേ, പക്ഷേ ഇത് കുറച്ചുകൂടെ ഫ്ലാറ്റാണ്. അല്ലെ, ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്ലാറ്റാണ്. ഓക്കെ, ഇതിൻ്റെ ബോട്ടം ആക്ച്വലി ഇതുപോലെയാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഇത് കാണുന്നുണ്ട്, ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിളാണ്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അതൊരു ഡിസെൻഡിങ് ട്രയാങ്കിൾ അല്ല. സോ അങ്ങനെ ഒരു സംഭവം അതിനകത്ത് നിൽപ്പുണ്ട്. സോ മാർക്കറ്റ് മാക്സിമം ഇവിടെ പിടിച്ച് നിൽക്കാൻ നോക്കുകയാണ്. ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്, ബ്രേക്ക് ഡൗണിനുള്ള ഒരു സാധ്യതയും എപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. നെക്സ്റ്റ് അപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഇത് തന്നെയാണ്. അടുത്ത്
ക്രൂഡ് ഓയിലൊന്നും ഞാൻ ഇതിലോട്ട് മാറ്റിയില്ല, ഞാൻ മാറ്റിയിട്ട് അതിലേക്ക് പോവാം. ഓക്കെ, സോ ലെവൽസ് കൂടെ അപ്പോഴേക്കും ഇത് കയറി വരും. ഓക്കെ ഓക്കെ, ലെവൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലെവൽസ് തന്നെയാണ്. 24,500 തന്നെയാണ് ഇവിടുത്തെ ബേസിക് സപ്പോർട്ട് എന്ന് പറയുന്നത്. 24,500 ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ഒരു സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ചാൽ മതി. താഴേക്ക് 25,240 400 ഉണ്ട്, 240, പിന്നെ 24,100, 23,960, 23,800 എന്നിങ്ങനെ 4 ലെവൽസാണ് താഴോട്ടുള്ളത്. വെറുതെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ പോകാനുള്ളൊരു സാധ്യത കാണുന്നില്ല. എങ്കിൽ പോലും നമ്മൾ വരച്ച് വെച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. മെയിനിലേക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ 23,600 നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റാണ്. 650 റേഞ്ചിലാണ്, 750 റേഞ്ച് 24, അതായത് നമ്മൾ 650 നിൽക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നതും ആ ഒരു റേഞ്ചസിൽ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ, എന്നിട്ട് ഈ ഒരു ലെവൽസ് കയറി വരട്ടെ. നമുക്ക് ഏതാണ്ട് നമ്മൾ സ്ഥിരം പറയുന്ന 600, 800 റേഞ്ചസ്, ഇതിൻ്റെ ഇടയിൽ 720, 740 നല്ലൊരു റെസിസ്റ്റൻസ് കുറച്ച് ദിവസമായിട്ട്, നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടാണ് അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ലെവൽ അവിടെ വരുന്നത്. സാധാരണ 800 ഉള്ളൂ, അത് ഏകദേശം 225, 800 എങ്കിൽ 720 ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ 800 ചിലപ്പോൾ സ്ട്രോങ് ആവണമെന്നില്ല. പിന്നെ 880 ആയിരിക്കും, പിന്നെ 25,000, അതായത് 24,960 അടുത്ത ലെവൽസ്. അപ്പോൾ ഏതൊക്കെ ലെവൽസ് പറഞ്ഞാൽ 720, 880, 960 ഇങ്ങനെയുള്ള ലെവൽസാണ്. മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ നല്ലൊരു ട്രേഡറാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ അഗ്രസീവ് ഓപ്ഷൻ ബയ്യർ ആണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറയുന്നത്. ഇത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിലിൽ ഓൾമോസ്റ്റ് 7 മിനിറ്റ് ആയിട്ടുണ്ട് അല്ലേ. ക്രൂഡ് ഓയിൽ ആ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന ഒരു ഏതാണ്ട് ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അധികം അതിനകത്ത് ഇനി ഷോർട്ട് ചെയ്യാനോ ബൈ ചെയ്യാനോ ഒന്നും നിൽക്കരുത്. മാർക്കറ്റ് ഇനി എന്താ തീരുമാനിക്കുന്നത് എന്നുള്ളത്. ഒന്നുകിൽ ഇനി ഈ ഒരു ലെവലിലേക്ക് വരുന്നേക്ക് 56,640 ചിലപ്പോൾ വീഴുന്നേക്കാം. എങ്കിൽ ഈ ഒരു ട്രേഡ് ക്യാച്ച് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ബൗൺസ് ചെയ്ത് ഈ ഒരു 5,800 മേളിലേക്ക് കയറിപ്പോയേക്കാം, ഈ ഒരു ലെവലിന് മേളിലേക്ക് കയറിപ്പോയേക്കാം. സോ ഇതാണ് ക്രൂഡ് ഓയിലിൻ്റെ 2 ലെവൽസ് എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിൽ അത്യാവശ്യം നല്ല മൊമെൻറ്റം, നല്ല ട്രേഡും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.